ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് അഞ്ജു ആൻഡ് നിജു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സോഫി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. ആക്ച്വലി ഈ ഒരു അപ്പത്തിൻ്റെ പേര് സോഫി അപ്പം എന്നല്ല, എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. ഞങ്ങളുടെ നെയ്ബർ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, സോഫി എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റിയാണ് അമ്മയ്ക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് ഞങ്ങൾക്കിത് സോഫി അപ്പം ആയത്. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുതിർത്ത് വെച്ച പച്ചരി 1 കപ്പ്, 3 ടേബിൾ സ്പൂൺ ചോറ്, 1 ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, തേങ്ങ, 1 മുട്ട, ആവശ്യത്തിന് വെള്ളം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് സോക്ക് ചെയ്ത് വെച്ച പച്ചരി ഇട്ട് കൊടുക്കാം. 1 കപ്പ് പച്ചരിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 മണിക്കൂറെങ്കിലും ഈ ഒരു പച്ചരി നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റി വെള്ളം മതിയാവും നമുക്ക് ഈ ബാറ്ററി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നോർമലി നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സെയിം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കാനും ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങി വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി, കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നേരത്തെ മാറ്റി വെച്ച ബാറ്ററിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഈസ്റ്റൊന്നും യൂസ് ചെയ്യുന്നില്ല, മുട്ട മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ച ഉള്ളി പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു കുഴിയിലാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഇതിനും യൂസ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ മാത്രമാണ് ഫുൾ ബാറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം കുക്കായതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം ഈ ഒരു ഭാഗം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്, നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗവും നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ഫോർക്ക് വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ സെക്കൻഡ് സെറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ സോഫി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. മുന്നേയൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ അമ്മ ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു.
ആ ഒരു ആൻറ്റി പറഞ്ഞു തന്ന റെസിപ്പി ആയതുകൊണ്ട് നമ്മളിതിനെ സോഫി-അപ്പം എന്നാണ് വിളിക്കാറ്. നിങ്ങളിത് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു അപ്പത്തിന് എന്താണ് പേര് പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നമുക്കിത് ചിക്കൻ കറിയുടെ കൂടിയും കടലക്കറിയുടെ കൂടിയും മുട്ടക്കറിയുടെ കൂടിയും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.